പ്രിയ സുഹൃത്തുക്കളെ, മറ്റൊരു സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലും അവതരിപ്പിക്കുവാൻ യോഗ്യമല്ലാത്ത അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള കൂട്ടായ്മകളിൽ പങ്കിടുവാൻ ഒരു വിധത്തിലും സാധ്യമല്ലാത്ത ഒരു വിഷയമാണ്, അല്ലെങ്കിൽ എന്നെ വളരെ ആഴത്തിൽ അലട്ടുന്ന ഒരു ജടിലമായ പ്രശ്നമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കപ്പെടുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയോടുമുള്ള എൻ്റെ ബഹുമാനം കൊണ്ടും അവരുടെ ചിന്താശക്തിയെപ്പറ്റിയും ഉത്തരവാദിത്വത്തെപ്പറ്റിയും സതുദ്ദേശത്തെപ്പറ്റിയും പൂർണ്ണമായ വിശ്വാസമുള്ളതുകൊണ്ടും മാത്രമാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുമെന്നും ഏതാത്മാവിലാണ് എൻ്റെ ഉള്ളിലെ എന്നെ മഥിക്കുന്ന ഈ പ്രശ്നം നിങ്ങളുമായി കൈകാര്യം ചെയ്യുന്നത് എന്ന് ആത്മാവിൻ്റെ സെൻസിറ്റിവിറ്റിയിൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം മുതൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് ഒരു യൂട്യൂബ് ചാനലല്ല. ഇത് ഒരു ആധ്യാത്മിക യാത്രയാണ്. നാം സഹയാത്രികരാണ്. അല്ലെങ്കിൽ സാധാരണ പറയുന്ന പോലെ പറഞ്ഞാൽ ഇതൊരു ആധ്യാത്മിക കൂട്ടായ്മയാണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ ഫെലോഷിപ്പ്. എല്ലാ ക്രിസ്തീയ സഭാവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും അക്രൈസ്തവർ എന്ന് നാം പറയുന്ന കൂട്ടത്തിലുള്ള ചിന്തിക്കുവാനും സതുദ്ദേശമുള്ള ആളുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദൈവത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ള മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അവയുടെ നിയമത്തിൻ്റെ നൂലാമാലകളിൽ പെട്ടുപോകാത്ത, എന്നാൽ സത്യമറിയുവാനും മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം നിലനിർത്തുവാനും അതീവമായി ആഗ്രഹിക്കുന്ന ഒരു വെളിച്ചത്തിൻ്റെ കൂട്ടായ്മ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളും, എൻ്റെ സമയത്തിൻ്റെ മുഴുവനും, എൻ്റെ എനർജി മുഴുവനും ഇതിൽ നിക്ഷേപിക്കുവാൻ ഞാൻ തത്രപ്പെടുന്നത്. ടു ഇൻവെസ്റ്റ് മൈ എവറിത്തിങ് ഇൻ ടു ദിസ് ചാനൽ, ദിസ് ഫെലോഷിപ്പ് ഓഫ് മൈൻഡ്സ്. ഞാൻ എൻ്റെ ഉള്ളിലെ ചിന്താക്കുഴപ്പം അല്ലെങ്കിൽ ചിന്താഭാരം, കുഴപ്പമല്ല, ചിന്താഭാരം ഏറ്റവും ലളിതമായി നിങ്ങളോട് പങ്കിട്ടുകൊള്ളട്ടെ. അത് കുറച്ചുകൂടെ വ്യക്തമായി വെളിപ്പെടുത്തേണ്ടതിന് യേശു നൽകിയ ഒരു ഉപമ ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. യേശു പറഞ്ഞു, ഈ ലോകത്തിൻ്റെ അവസ്ഥ ഗോതമ്പും കളയും ഒരുമിച്ച് വളരുന്ന അവസ്ഥയാണ്. ഗോതമ്പും കളയും ഒരുമിച്ച് വളരുന്നു. നന്മയും തിന്മയും ഇടപഴകിയിരിക്കുന്നു. ഇത് യേശു പറയുന്നത് ഒരു വലിയ തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇതിനെപ്പറ്റിയുള്ള അവബോധം നമ്മുടെ ഇടയിൽ വേണ്ടതുപോലെ ഉണ്ടായിട്ടില്ല എന്ന ഒരു പരിഗണന എന്നെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടത് നാം മനസ്സിലാക്കേണ്ടത് എപ്രകാരമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഗോതമ്പും കളയും ഒരുപോലെ വളരുമ്പോൾ നാം കള പറിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഗോതമ്പും പറിക്കപ്പെടുവാൻ അല്ലെങ്കിൽ നശീകരിക്കപ്പെടുവാൻ ഇടയുണ്ട്. ഗോതമ്പും കളയും സമ്മിശ്രമായി
ഒരേ ഇടത്ത് ഒരുപോലെ വളരുമ്പോൾ, നാം കള പറിച്ച് മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ ആ പ്രക്രിയയിൽ ഗോതമ്പും നശിപ്പിക്കപ്പെടുവാൻ ഇടയുണ്ട്. ഇതെന്തുകൊണ്ടാണ് എന്നെ അലട്ടുന്നത്? അത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ മനസ്സിലാക്കണം. അതാണ് ഞാൻ വഹിച്ചുകൊണ്ട് നടക്കുന്ന വേദനയും ചിന്താഭാരവും. നമ്മുടെ അവസ്ഥ, ക്രിസ്തീയ സമൂഹത്തിൻ്റെ, ക്രിസ്തീയ സഭകളുടെ അവസ്ഥ ഇതുപോലെയാണ്. ഗോതമ്പും കളയും സമ്മിശ്രമായി വളരുന്നു. ഞാൻ എൻ്റെ വീഡിയോകളിൽ വിമർശനാത്മകമായ ഉള്ളടക്കം നിങ്ങളുമായി പങ്കിടുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും അസ്വസ്ഥരാകാൻ സാധ്യതയുണ്ട്. അത് ന്യായമാണ്, സ്വാഭാവികമാണ്. എന്നാൽ ആ അസ്വസ്ഥതയിൽ കൂടെ നിങ്ങൾ എൻ്റെ ഉദ്ദേശത്തെ തെറ്റിദ്ധരിക്കുകയില്ല എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഈ ഗോതമ്പ് വളരുന്ന കളത്തിൽ കള പറിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഗോതമ്പും പറിച്ച് മാറ്റപ്പെടരുത് എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ പുരോഹിത വർഗത്തെ വിമർശിക്കുമ്പോൾ അത് സതുദ്ദേശത്തോടുകൂടെ ആണ് എന്ന് ഒരു പക്ഷേ തിരിച്ചറിയാൻ പലർക്കും കഴിഞ്ഞില്ല എന്ന് വരും. കാരണം നാം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയോ അല്ലാതെ തന്നെയോ ഇങ്ങനെയുള്ള ആശയം അവതരിപ്പിക്കുമ്പോൾ ആ അവതരണത്തിന് കാര്യമായ പരിമിതിയുണ്ട്. സാധാരണ വേണ്ടതുപോലെ ചിന്തിക്കാത്ത ആളുകൾ പെട്ടെന്ന് നിഗമിക്കുന്നത് ഇവനെല്ലാം നശിപ്പിക്കാനിറങ്ങി തിരിച്ചവനാണ്, ഒരു നന്മയും കാണാൻ ഇവന് കാണില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഭീതി അല്ലെങ്കിൽ ചിന്ത വിശ്വാസികളിൽ പ്രവേശിക്കുന്നത് ന്യായമാണ്. ഞാനതിനെ ഒരു വിധത്തിലും കൊച്ചാക്കാൻ ശ്രമിക്കുന്നില്ല, അതിൻ്റെ വില മനസ്സിലാക്കാൻ മടിക്കുന്നുമില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഗോതമ്പും കളയും ഒരുമിച്ച് വളരുമ്പോൾ കളയാണ് ഗോതമ്പ് എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നാം എന്തു ചെയ്യും? ഇതാണ് എൻ്റെ പ്രശ്നം. ഉദാഹരണമായിട്ട് ഞാൻ പുരോഹിത വർഗത്തെ ദ പ്രീസ്റ്റ്ലി ക്ലാസ്, ഇംഗ്ലീഷിൽ പ്രീസ്റ്റ്ലി ക്ലാസ് എന്ന് പറഞ്ഞാൽ ആർക്കും പ്രയാസം വരത്തില്ല. പക്ഷേ മലയാളത്തിൽ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ ഞാൻ അവരെ കൊച്ചാക്കുന്നു എന്ന ധാരണയാണ്. അങ്ങനെയല്ല. ഞാൻ അരനൂറ്റാണ്ട് കേരളം വിട്ട് താമസിക്കുകയും ഇംഗ്ലീഷ് ഭാഷ മാത്രം കൈകാര്യം ചെയ്യുകയും ഇംഗ്ലീഷ് ഭാഷ മാത്രം എഴുതുകയും എൻ്റെ വർക്കിംഗ് ലാംഗ്വേജ് അതായതും ഉണ്ട്. എൻ്റെ ഞാൻ ചിന്തിക്കുന്നത്, മൈ മീഡിയം ഓഫ് തോട്ട് ഈസ് ഇംഗ്ലീഷ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മലയാളത്തിലേക്ക് ഞാൻ തർജ്ജമ ചെയ്താണ് സംസാരിക്കുന്നത്. ആ ഒരു പ്രക്രിയയിൽ വൈകല്യം വരാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു മാർജിൻ അതിനു വേണ്ടി ഇടണമെന്ന് വിനീതമായി ഞാൻ ഇവരോടും അപേക്ഷിച്ചു കൊടുക്കുന്നു. ഞാൻ എൻ്റെ പരിമിതികൾ പരിഗണിച്ച് മിണ്ടാതിരിക്കാം എന്നൊരു ഓപ്ഷൻ എനിക്കുണ്ട്. എന്നാൽ എനിക്ക് പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതി പലരുടെയും അനുഭവത്തിൽ അരോചകമാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ എൻ്റെ പരിമിതികളെ അതിജീവിക്കുവാൻ ദൈവം കൃപ തരും എന്ന പ്രത്യാശയിൽ ഞാൻ ഇറങ്ങിത്തിരിച്ച ഒരു ദൗത്യമാണിത്. അതുകൊണ്ട് ഇതിൽ വൈകല്യങ്ങൾ വന്നാൽ അത് അല്പമൊന്ന് സഹിക്കുവാനും മൂടിവെക്കുവാനും അതിജീവിക്കുവാനും നിങ്ങൾ ബഹുഭൂരിപക്ഷം ആളുകളും വിശാലത അല്ലെങ്കിൽ കരുണ കാണിക്കുന്നു എന്നത് എനിക്ക് വളരെ പ്രോത്സാഹനം നൽകുന്നുണ്ട്. അപ്പോൾ പ്രശ്നം ഇതാണ്, ഈ കളയും ഗോതമ്പും ഒന്നാണ് എന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ക്രിസ്തീയ വിശ്വാസ സമൂഹം ഇതാ വഴുതിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ബഹുഭൂരിപക്ഷം ആളുകളും
വഴിവിട്ട വഴിയെ, വേണ്ടാത്ത വഴിയെ സഞ്ചരിച്ച് അവിഹിതമായ ധനസമ്പാദനം സഭ നടത്തിയില്ലെങ്കിൽ സഭ നിലനിൽക്കാൻ സാധ്യമല്ല. ഉദാഹരണമായിട്ട് സഭ നടത്തുന്ന സ്കൂളുകളും കോളേജുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ച് അങ്ങനെയുണ്ടാക്കുന്ന പണം വേണ്ടെന്ന് വെച്ചാൽ സഭയുടെ നിലനിൽപ്പ് അപകടത്തിലാകും എന്ന് വിശ്വസിക്കുന്ന അനേകരുണ്ട്. അതുപോലെ തന്നെയാണ് ലോകത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത്, പിന്നെ സഭയിൽ നടന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരുണ്ട്. അതായത് സഭ ലോകത്തെ പോലെ പ്രവർത്തിക്കുകയും ലോകത്തെ പോലെ എല്ലാ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അതാണ് ഞാൻ പറയുന്ന ഗോതമ്പും കളയും ഒന്നാണ് എന്ന് തോന്നുന്ന ഒരു വിധത്തിലേക്ക് നാം വഴുതിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ഒരു വലിയ അധപ്പതനമാണ്, അപകടമാണ്. ഇതിൻ്റെ വരും വരായികൾ എന്താണ് എന്ന് സാധാരണ ആളുകൾ എന്തുകൊണ്ട് ചിന്തിച്ച് വിചിന്തനം ചെയ്ത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നത് ഭീതിയോടെ തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. ഇത് അപകടമാണ്, ഇത് അപകടമാണ്, ഇത് അപകടമാണ്. ഇത് ആത്മീയവും ധാർമ്മികവുമായ അന്ധകാരമാണ്. ഇറ്റ് ഈസ് എ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. ഇതിൻ്റെ ഭീകരമായ അവസ്ഥ വേണ്ടതുപോലെ എനിക്ക് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്നില്ലല്ലോ എന്ന വലിയ ഒരു ദുഃഖം എനിക്കുണ്ട്. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ വിഷയത്തിൻ്റെ പ്രാധാന്യവും ഭീകരതയും അത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കണമേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ, അതായത് ഗോതമ്പും കളയും ഒന്ന് തന്നെയാണ്, കളയാണ് ഗോതമ്പ് എന്ന് ഒരു വിശ്വാസ സമൂഹം തെറ്റിദ്ധരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ധാർമ്മികവും ആധ്യാത്മികവുമായ അന്ധകാരത്തിൽ മാത്രമേ നമുക്ക് വസിക്കാൻ സാധ്യമാകൂ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ജനം ഇരുന്നപ്പോഴാണ് യേശു ജനിച്ചത് എന്ന് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ എന്താണ് പറയുന്നത്? അന്ധകാരത്തിലിരുന്ന ജനം ഒരു അത്ഭുത പ്രകാശം കണ്ടു. എന്താണ് ഈ അന്ധകാരം? ഗോതമ്പും കളയും ഒന്ന് തന്നെയാണ്, കളയാണ് ഗോതമ്പ് എന്ന ധാരണയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ജനത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു അത്ഭുത പ്രകാശം. ഇത് തമ്മിൽ, ഗോതമ്പും കളയും ഒരുമിച്ച് വളരുന്നുവെങ്കിലും ഇത് തമ്മിൽ അജഗജാന്തര, രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസത്തെ എപ്പോഴും കരുതിയിട്ട് വേണം നാം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ, നിലപാടുകൾ രൂപീകരിക്കുവാൻ, നമ്മുടെ ലക്ഷ്യങ്ങൾ നാം നിശ്ചയിക്കുവാൻ, അത് പാലിക്കാനുള്ള വഴി നാം തിരഞ്ഞെടുക്കാൻ. ഇത് നമ്മുടെ യുവതി യുവാക്കന്മാർക്കും വരുന്ന തലമുറകൾക്കും നാം ഉപദേശിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ അവരുടെ രക്തത്തിന് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. എസെക്കിയേൽ പ്രവാചകനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത്, മനുഷ്യപുത്ര, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തിന് വെളിച്ചം പകരുവാൻ, ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാൻ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. അവർ വേണ്ടാത്ത വഴിയെ നടക്കുമ്പോൾ, അവർ മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ നീ അവരെ ഉപദേശിച്ചില്ല എങ്കിൽ അവരുടെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. ഇതൊരു വലിയ വലിയ പ്രശ്നമാണ്. സഭ ഭരിച്ചുകൊണ്ട് നടക്കുന്നവരും അവരെ താങ്ങി നിൽക്കുന്നവരും ഏതു വഷളത്വവും അധർമ്മവും അക്രമവും സഭ നേതൃത്വമാണ് നടത്തുന്നത് എന്നതുകൊണ്ട് ന്യായീകരിക്കുവാനും അതിനെ വെള്ളപൂശുവാനും അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് പ്രോത്സാഹനം നൽകുവാനും, അങ്ങനെ പ്രോത്സാഹനം നൽകുന്നത് കൊണ്ട് കസേരയിലിരിക്കുന്ന ആളുകളുടെ കണ്ണിൽ ഏതാണ്ട് പ്രാപിപ്പാനും ഉള്ള ഈ ഒരു സമീപനം തികച്ചും നിരുത്തരവാദപരമാണ്. അത് വലിയ ശാപത്തിലേക്ക് മാത്രം നമ്മെ വഴി നടത്തുമെന്ന് കർത്തൃനാമത്തിൽ ഏവരെയും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഈ ഗോതമ്പും കളയും ഒരുമിച്ച് വളരുമ്പോൾ,
കള പറിക്കാൻ നാം ശ്രമിക്കുമ്പോൾ ഗോതമ്പും പറിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാനിപ്പോൾ വളരെ വളരെ മിതമായ വിധത്തിൽ സൂചിപ്പിക്കട്ടെ. ഗോതമ്പ് എന്ന് പറയുമ്പോൾ അത് ജീവിതത്തെ ധന്യമാക്കുന്ന ഒരു വസ്തു അത്രേ. ജീവനെ നിലനിർത്തുകയും ജീവിതത്തെ ധന്യമാക്കുകയും പോഷിപ്പിക്കുക. ആ ഒറ്റ വാക്ക് മനസ്സിൽ കരുതിയാൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. പോഷിപ്പിക്കുക, ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രതീകമായിട്ടാണ് ഈ ഉപമയിൽ യേശു ഗോതമ്പിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ധാർമ്മികമായ ബോധം, മാനവ മൂല്യങ്ങൾ, ആത്മീകമായ മാനദണ്ഡങ്ങൾ, ഉന്നതമായ ചിന്തകൾ, ഉന്നതമായ ലക്ഷ്യങ്ങൾ, ഇവയൊക്കെയും ഇതിൽ പെടുന്നതാണ്. എന്നാൽ കളയോ നീചമായ ഈ ഔന്നത്യമുള്ള ഒന്നിനോടും താല്പര്യമില്ലാതെ, ലോകത്തിൽ മനുഷ്യർക്ക് ഒരു പ്രയോജനവുമില്ലാതെ, ഇപ്പോൾ ഒരു പാടത്ത് കള ഒരു കളത്തിൽ തഴച്ചു വളരുന്നത് കൊണ്ട് ആരുടെയെങ്കിലും വിശപ്പടങ്ങുമോ? ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വം പ്രാപിപ്പാൻ തക്കതായ സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും ലോകത്തിൽ മുറ്റി നിൽക്കുന്നു. സഭയും അതേ അവസ്ഥയിലാണ്. ആർക്കും ആത്മീകമായ വർധന വരുവാനോ സന്മാർഗബോധം വളർത്തുവാനോ പര്യാപ്തമല്ലാത്ത, ഒരു വിധത്തിലും സഹായിക്കാത്ത വലിയ വലിയ സംരംഭങ്ങൾ കൊണ്ട് സഭ നടന്നാൽ ഗോതമ്പ് കളയായിപ്പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധ്യമാകുള്ളൂ. പക്ഷേ അത് തിരിച്ചറിയാനുള്ള വകതിരിവ് വിശ്വാസികൾക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. സഭ ഇപ്രകാരമുള്ള അവസ്ഥയിലേക്ക് വഴുതിപ്പോകുന്നു എന്നതിനേക്കാൾ നാം ഭയക്കേണ്ട, അല്ലെ നമ്മെ അലട്ടേണ്ട പ്രശ്നം അത് ഗോതമ്പ് കളയായിത്തീരുന്ന അവസ്ഥയാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ആത്മീകമായ പക്വതയും വിവേചന ശക്തിയും വിശ്വാസികൾക്ക് വ്യക്തികളായും സമൂഹങ്ങളായും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ഇതാണ് എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വലിയ അപകടത്തിലേക്ക്, വലിയൊരു പ്രശ്നത്തിലേക്ക് നാം വഴുതിപ്പോകുവാനിടയുണ്ട്. അതാണ് ഈ സമയത്ത് ഏറ്റവും പ്രത്യേകമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ പക്വതയെയും ചുമതലബോധത്തെയും ആത്മീകമായ സെൻസിറ്റിവിറ്റിയെയും 100% ബഹുമാനിച്ചുകൊണ്ട്, അതിൽ എൻ്റെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത ചിന്തയിലേക്ക് കടക്കുകയാണ്. അതായത് ഗോതമ്പും കളയും ഒരുമിച്ച് വളരുന്ന സാഹചര്യത്തിൽ കള പറിച്ച് കളയണം എന്ന ലക്ഷ്യത്തിൽ, സതുദ്ദേശത്തിൽ ഒരു ദൗത്യം ആരംഭിക്കുമ്പോൾ യേശുവിൻ്റെ ദർശനമാണിത്. ഇത് ലോകത്തിൽ മറ്റാരുടെയും ദർശനമാകാൻ സാധ്യമല്ല. നാം അങ്ങനെയുള്ള ദൗത്യത്തിൽ വരുമ്പോൾ ഗോതമ്പും പറഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? നാം ഈ ശുചീകരണ അല്ലെങ്കിൽ നവീകരണ അല്ലെങ്കിൽ റിഫോർമേറ്റീവ് ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യമായ ഒരു വലിയ നന്മയുണ്ട്. അതെന്താണ്? എല്ലാറ്റിനോടുമുള്ള നമ്മുടെ ബഹുമാനപുരസ്സരമായ കാഴ്ചപ്പാട്, എ സെൻസ് ഓഫ് റെവറൻസ് അബൌട്ട് എവറിത്തിങ്. ഇത് ഞാൻ പറയുന്ന ആശയം വളരെ 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 ആഴമുള്ളതാണ്, പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇത് വ്യക്തമായി നമുക്കൊരു ബോധ്യമുണ്ടാകണം. ദൈവം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് കണ്ടു. എൻ്റെ അർത്ഥം എന്താണ്? സൃഷ്ടിയോടാകമാനം നാം പ്രതികരിക്കേണ്ടത്, സൃഷ്ടിയാകമാനം നാം കാണേണ്ടത് ബഹുമാന പുരസ്സരമാണ്. വിത്ത് എ സെൻസ് ഓഫ് റെവറൻസ്, വിത്ത് ഐസ് ഓഫ് വണ്ടർ ആൻഡ് റെവറൻസ്. അതുകൊണ്ടാണ് പ്രകൃതിയെ ഞാൻ പലപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യം ഇതിൽ അടങ്ങിയിരിക്കുന്ന മനോഹാരിത അത്ഭുതകരമാണ്. നാം ചിന്തിച്ചാൽ നാം ആ അത്ഭുതത്തിലേക്ക് വലിയ
സമുദ്രത്തിൽ വീണ് മുങ്ങിപ്പോകുന്നത് പോലെ നമ്മൾ ആണ്ടുപോകും. അത്ര അപാരമാണ്. എന്നാൽ അതിനെപ്പറ്റി യാതൊരു ചിന്തയുമില്ലാതെ ഒരു പന്നിയെപ്പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. മനുഷ്യന് ഈ ഒരു ഭക്തിപുരസ്സരമായി ദൈവം സൃഷ്ടിച്ചതിനെ എല്ലാറ്റിനെയും അതിൻ്റെ പ്രകടമായതും പ്രകടമാകാനിരിക്കുന്നതുമായ സാധ്യതകളെപ്പറ്റി ബഹുമാന പുരസ്സരം, ഭക്തി പുരസ്സരം, an eye of wonder and reverence കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ അവൻ ജീവൻ്റെ മാഹാത്മ്യത്തെയും ജീവിതത്തിൻ്റെ സാധ്യതകളെയും കാണാൻ കണ്ണില്ലാത്തവനായിത്തീരും. അത് വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നിങ്ങൾ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഇതെന്നെ വളരെ 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 ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിലുള്ള ഒന്നിനും വില ആരാണ് പരിഹാസി? ലോകത്തിലുള്ള ഒന്നിനും വില കൽപ്പിക്കാത്ത, എല്ലാം ചപ്പും ചവറുമാണ് എന്ന് മാത്രം വിശ്വസിച്ച് അതിനെ എങ്ങനെയെങ്കിലും കുഴിച്ചിടാം എന്ന വിധത്തിൽ ഒരു നശീകര പ്രവണതയോട് മാത്രം പ്രതികരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പരിഹാസി. ആ പരിഹാസം വായിൽ കൂടെ വരുന്നതിന് മുൻപ് ചിന്ത രൂപത്തിൽ അവൻ്റെ ഉള്ളിൽ അത് നിറഞ്ഞു നിൽക്കുന്നു. ആ പരിഹാസി എന്ന് പറയുന്ന അവസ്ഥയിൽ ദൈവം സൃഷ്ടിച്ച ഒന്നിൻ്റെയും നന്മയോ മേന്മയോ അതിൻ്റെ വെളിച്ചമോ മഹത്വമോ സൗന്ദര്യമോ കാണുവാൻ അവന് കണ്ടുണ്ടാകുകയില്ല. അങ്ങനെയുള്ളവൻ ദോഷൈക ദൃക്, അവനിൽ നിന്നൊരു നന്മയും ഉണ്ടാകുകയില്ല. അവൻ കള പറിക്കാൻ ഇറങ്ങിയാൽ പോലും അവൻ കളയേക്കാൾ ടേഴ്സിനേക്കാൾ കളയേക്കാൾ മോശമാണ്. കള പറിക്കുന്നവൻ കളയേക്കാൾ മോശമായാൽ എന്തു ചെയ്യും? ഇതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. ഇതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ചിന്തയും ധാരണയും ഉണ്ടാകണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഡു നോട്ട് റെസിസ്റ്റ് ഈവിൾ, നിങ്ങൾ തിന്മയെ എതിർക്കാൻ പോകുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് അതിജീവിക്കണം. ഇംഗ്ലീഷിൽ ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. ഓവർകം എന്ന് പറഞ്ഞാൽ ഈവിളിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ ആ ലെവലിൽ നിന്ന് അതിനോട് യുദ്ധം ചെയ്യരുത്, നിങ്ങൾ തിന്മയായി പോകും. അതിനെ ഓവർകം, റിലേറ്റ് ടു ഇറ്റ് ഓർ റെസ്പോണ്ട് ടു ഇറ്റ് ഫ്രം എ ഹയർ പ്ലെയിൻ. അതിനേക്കാൾ ഔന്നത്യമുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാത്രമേ അതിനോട് പ്രതികരിക്കാവൂ. യേശു അങ്ങനെയാണ് ചെയ്തത്. യേശു അന്ന് നിലവിലിരുന്ന ആ ചീഞ്ഞളിഞ്ഞ അവസ്ഥ, ഗോതമ്പ് കളയാണ് ഗോതമ്പ് എന്ന് മനുഷ്യർ വിചാരിച്ച ഒരവസ്ഥ, അതിൽ മനുഷ്യന് സഹിക്കേണ്ടി വന്ന അധപ്പതനം, ആത്മീയമായ ക്ഷാമം, ദാരിദ്ര്യം, അതുകൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തിൽ വന്ന വലിയ കോട്ടങ്ങൾ, ഇവയൊക്കെയും വളരെ വ്യക്തമായി മനസ്സിലാക്കി. പക്ഷേ ഉന്നതമായ ഒരു തട്ടിൽ നിന്ന്, ദൈവത്തിൻ്റെ ദർശനത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടു. അതുകൊണ്ട് ഇതിനെ തിരിച്ചറിയുന്നപ്പോൾ തന്നെ അതിൽ നിന്ന് മേൽത്തരമായ മറ്റൊരു ദർശനം, ദൈവരാജ്യം എന്ന സങ്കല്പം, മതത്തിൽ ഇത് മാത്രമേ മനുഷ്യന് കിട്ടുവാൻ സാധ്യമാകുകയുള്ളൂ. ഗോതമ്പാണ് കളയെന്നും കളയാണ് ഗോതമ്പെന്നുമുള്ള തെറ്റിദ്ധാരണ മനുഷ്യൻ സംഘടിപ്പിക്കുന്ന മതസംവിധാനം, എല്ലാ മതങ്ങളും മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്, അല്ല എന്നാരും പറയരുത്. അങ്ങനല്ലാതെ പറയുന്നത് പച്ചക്കള്ളമാണ്, നട്ടാൽ കുരുക്കാത്ത നുണയാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യനിർമ്മിതമായ ഈ സംവിധാനങ്ങളുടെ ഉള്ളിൽ, മതമെന്ന് പറയുന്ന സംവിധാനങ്ങളുടെ ഉള്ളിൽ ഗോതമ്പാണ് കളയാണ് ഗോതമ്പ്. അതുകൊണ്ടാണ് യേശു അന്നത്തെ മതപുരോഹിതന്മാരെ, എല്ലാ കാലത്തെയും മതനേതാക്കന്മാരെ, വർഗത്തെ, പ്രീസ്ലി ക്ലാസ്, പുരോഹിത വർഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പൊതുവായ പ്രസ്താവനയാണ് നടത്തുന്നത്. ആരെയും ഒഴിച്ചു നിർത്തിയിട്ടില്ല. കാരണം ഇത് ഒരു പുരോഹിത വൃത്തി എന്ന് പറയുന്ന ആ ഒരു ശ്രേണിയിൽപ്പെട്ട ആളുകളെ പൊതുവെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് യേശു സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കപടഭക്തിക്കാരെ എന്ന് പറയുന്നത്. ആരാണ് കപടഭക്തിക്കാർ? ഗോതമ്പാണ് കളയാണ് ഗോതമ്പ്. ഈ ഒരവസ്ഥ നിലനിൽക്കാൻ തക്കതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിപ്പാൻ മാത്രമേ ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ.
അതിനായി ദൈവം ഞങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. പിന്നെ അപ്പോസ്തലന്മാരുടെ കൈവപ്പെന്ന് പറയുന്ന ഒരു ആനുകൂല്യം കൂടെ കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയെന്ന് നമുക്ക് അവകാശപ്പെടാനുള്ള ഒരു സ്വാതന്ത്ര്യം സഭ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ വേഷഭൂഷാദികൾ കണ്ടാൽ ഞങ്ങൾ പരിശുദ്ധരാണ് എന്ന് ജനം ധരിച്ചുകൊള്ളും. ഇങ്ങനെയുള്ള ആനുകൂല്യത്തിൽപ്പെട്ടിട്ട് അതിനപ്പുറത്തൊരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിന് സൂക്ഷ്മമായ പ്രത്യേകമായ സ്വഭാവവും താല്പര്യവും ലക്ഷ്യവും ദർശനവുമുണ്ട് എന്ന് ഒരിക്കലും കൂട്ടാക്കാതെ അതിനെ മാനിച്ച് ഈ ലോകത്തിൽ തങ്ങൾ ശുശ്രൂഷ ചെയ്യണമെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാത്ത ഒരു കൂട്ടം ആളുകൾ സഭയുടെ ചട്ടക്കൂടിനുള്ളിൽ അതിൻ്റെ ആനുകൂല്യം പ്രാപിച്ച് അതിനോട് വിധേയത്വം അനുസരിച്ചിട്ട് നിലനിർത്തിയിട്ട് ദൈവഹിതത്തെ പരിപൂർണമായി നിരസിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് ആളുകളെ വഴി നടത്തുന്നു എന്ന കള്ളം, അസത്യം മനഃപൂർവ്വം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിയുന്ന ഈ അവസ്ഥയെ അപലപിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് കപടഭക്തിക്കാരെ. അത് നാം വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിമർശനം യേശു നടത്തുന്നു. ഒന്ന്, അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് മറ്റൊരു ദർശനം യേശു നൽകുന്നു. എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ നമ്മുടെ ഈ ചാനലിൽ യേശുവിൻ്റെ പഠിപ്പീരുകളെ മനസ്സിലാക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ആ കൂട്ടത്തിൽ ഞാൻ വിമർശിക്കാറുണ്ട്, പക്ഷേ വിമർശനമല്ല എൻ്റെ ലക്ഷ്യം. പക്ഷേ അത് അനിവാര്യമായി തീരുമ്പോൾ, അതായത് ഞാൻ ഏത് യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്, നിങ്ങളുമായി സമ്പാദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നത് ഞാൻ പറയുന്ന ആശയങ്ങളെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സഹായകമായി തീരും. ടു ഹെൽപ്പ് യു റിയലൈസ് ദറ്റ് ഐ എം നോട്ട് ടോക്കിംഗ് ഇൻ ദ എയർ, ഐ എം നോട്ട് ടോക്കിംഗ് ഇൻ എ വാക്യൂം. അതിനുവേണ്ടി മാത്രമാണ് മനസ്സില്ലാ മനസ്സോടെ ഇങ്ങനെയുള്ള ഈ ഗോതമ്പായി നടക്കുന്ന ഈ അവസ്ഥയിലുള്ള കപടഭക്തിയും അത് സംബന്ധമായ ധാർമ്മികമായ അധഃപതനത്തിൻ്റെ അനവധിയായ സൂചനകളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുന്നത് ഓൺലി ഫോർ ദെയർ ഇല്ലസ്ട്രേറ്റീവ് വാല്യൂ. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എനിക്കതിനകത്ത് മറ്റ് യാതൊരു താല്പര്യമില്ല. നാം ആയിരിക്കുന്ന അവസ്ഥയുടെ യാഥാർത്ഥ്യം നാം വ്യക്തമായി തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി നാം അജ്ഞരായിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി ശീതോഷ്ണവാന്മാരായിരിക്കുന്നു, ലൂക്ക്വാം, അത് നമ്മൾക്ക് എന്ത് ഗുണമാണ് ചെയ്യുന്നത്? ഗോതമ്പാണ് കളയാണ് ഗോതമ്പ് എന്ന് നമ്മെ വിശ്വസിപ്പിച്ചിരിക്കുന്ന ഒരു സംവിധാനം, അത് അസത്യത്തിൻ്റെ സംവിധാനമാണ്. ആ യാഥാർത്ഥ്യങ്ങളുടെ, അത് മിഥ്യകളുടെ ഒരു ലോകമാണ്. അവിടെ തങ്ങിക്കിടന്നിട്ട് എന്തു പ്രാപിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതുകൊണ്ടൊരു ജനത നശിച്ചു പോകുന്നു എന്ന ഭാരം പേറിക്കൊണ്ടാണ് ഞാൻ ഓരോ വാക്കുകളും സംസാരിക്കുന്നത് എന്ന് കർത്തൃനാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. കാരണം ഈ സത്യം ഞാൻ നിങ്ങളിലേക്ക് പകരുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളിൽ ഇടർച്ച വരുത്തും, അതെൻ്റെ ഹൃദയത്തെ തകർത്ത് കളയും. അപ്പോൾ ഈ ഒരു ദൗത്യത്തിൽ കൂടെ സംഭവിക്കാവുന്ന അപകടം എന്താണ് എന്നും എനിക്ക് ബോധ്യമുണ്ട്. അതെന്താണ്? സഭ അത് യേശു വിഭാവന ചെയ്തതുപോലെ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ മധ്യയുണ്ട്. അങ്ങനെ യേശുവിനെ കേന്ദ്രീകരിച്ച് ജനം കൂടി വരുന്ന കൂട്ടായ്മയ്ക്ക് വലിയ വില കൊടുക്കണം. അത് അനിവാര്യമാണ്. നമ്മുടെ മനുഷ്യത്വത്തെ പോഷിപ്പിക്കുന്ന ഗോതമ്പാണത്. എന്നാൽ ആ ഗോതമ്പിനെ കളയാക്കി ചില നിയമങ്ങളുടെയും ചില അധികാരവർഗങ്ങളുടെ ആധിപത്യ മനോഭാവത്തെയും മാത്രം ജനങ്ങളുടെ മേൽ ഭാരമായി അടിച്ചേൽപ്പിക്കുന്നൊരു വ്യവസ്ഥിതി, അത് കളയാണ്. അതിനെ ഗോതമ്പായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിന് കളയാണ് ഗോതമ്പെന്ന് വിചാരിച്ച് നിങ്ങൾ കള നട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ വിശന്ന് മരിച്ചു പോകും. ഇത് മരണത്തിൻ്റെ മർമ്മമാണ്, ഇത് മരണത്തിൻ്റെ മാർഗമാണ്. ഈ വഴിയെ നിങ്ങൾ സഞ്ചരിക്കരുത്. ഇതിനെപ്പറ്റി നമുക്ക് വ്യക്തമായൊരു തിരിച്ചറിവുണ്ടാകണം.
അതാണ് ഈ യൂട്യൂബ് കൂട്ടായ്മയുടെ, യൂട്യൂബ് ചാനലല്ല, എ ടെമ്പിൾ ഓഫ് തോട്ട്സ് ഈസ് എ യൂട്യൂബ് ഫെലോഷിപ്പ്, ആൻ എക്യൂമെനിക്കൽ സ്പിരിറ്റ് സെൻറ്റേർഡ് യൂട്യൂബ് ഫെലോഷിപ്പ്. വേണമെങ്കിൽ നിങ്ങളിതിനെ സഭയെന്ന് വിളിച്ചോളൂ. പക്ഷേ ചട്ടക്കൂടില്ലാത്ത, മാമോൻ ഒരിക്കലും കയറി വരരുതാത്ത ഒരു ആത്മീയ സംഗമം, അതുമാത്രമാണിത്. അതുകൊണ്ട് ഇതിൽ കൂടെ സംഭവിക്കേണ്ടത്, നാം യാഥാർത്ഥ്യങ്ങളെ പറ്റി കൂടുതൽ കൂടുതൽ ബോധമുള്ളവരായി തീരുമ്പോൾ അതിൽ കൂടെ ജീവിതത്തോടും ലോകത്തോടും യേശു കേന്ദ്രീകൃതമായ സഭ എന്ന ആ അഭൗമമായ സങ്കല്പത്തോടും ഉണ്ടാകേണ്ട ബഹുമാനവും ഭക്തി പുരസ്സരമായ പരിഗണനയും, ആസ് റെവറൻഷ്യൽ സെൻസ് ഓഫ് റെസ്പെക്റ്റ്, അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറരുത്. അത് കൂടുതൽ വർദ്ധിച്ചു വരണം. യേശുവിനെ നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ വെളിച്ചം മറ്റെല്ലാ അംശങ്ങളിലേക്ക് നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നന്മയുടെയും ആ ആരാധനാ മനോഭാവത്തിൻ്റെ ആത്മീയമായ വിശാലതയുടെയും ഒരനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുക, കൂടുതൽ കൂടുതൽ ആളുകളെ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ആനയിക്കുക, വഴി നടത്തുക. ഇതാണ് നമ്മുടെ ധർമ്മം, ഇതാണ് നമ്മുടെ ദൗത്യം, ഇതാണ് ലക്ഷ്യം. മറ്റ് യാതൊരു ലക്ഷ്യവും ഇതിനകത്തില്ല എന്നത് ദയവായി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് വളരെ വളരെ ചിന്താഭാരത്തോടുകൂടെയാണ് ഓരോ വീഡിയോയും ഞാൻ ചെയ്യുന്നത് എന്ന് ഒരിക്കൽ കൂടെ ഏവരെയും അറിയിച്ചു കൊള്ളട്ടെ. അപ്രകാരം തന്നെ നിലനിൽക്കുവാൻ നിങ്ങളുടെ വിമർശനാത്മകമായ പ്രതികരണങ്ങൾ എന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വിജിലൻ്റായിരിപ്പീൻ. ഞാൻ ഈ വഴി വിട്ട് ഒരു വാക്ക് പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ അല്പം പോലും മടിക്കേണ്ട കാര്യമില്ല. എന്നാൽ അതേസമയം തന്നെ നാം ഏർപ്പെട്ടിരിക്കുന്ന ഈ ദൗത്യം സങ്കീർണമാണ് എന്നും അതിനകത്ത് ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും നേരെ മുമ്പോട്ട് പോയാലും പുറകോട്ട് പോയാലും സങ്കീർണതയുടെ അവസ്ഥയുണ്ട് എന്നും, എന്നാൽ ആ അവസ്ഥയിൽ നമുക്ക് യഥാർത്ഥത്തിൽ വെളിച്ചത്തെ പിന്തുടരുവാൻ ദൈവകൃപ കൊണ്ട് സാധിക്കുമെന്നുള്ള പ്രത്യാശയിൽ മാത്രമേ ഈ ഒരു തട്ടത്തിൽ, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു ദൗത്യത്തിൽ നമുക്ക് നിലനിൽക്കുവാനും മുൻപോട്ട് പോകുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ഏവരും വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും ആത്മാവിൻ്റെ വിവേചന ശക്തിയോടും സത്യത്തോടുള്ള സന്ധിയില്ലാത്ത, ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത ആ പ്രതിഷ്ഠയോടും അസത്യത്തിൻ്റെ ഒരു വാക്ക് പോലും ഞങ്ങൾ സഹിക്കയില്ല, പൊറുക്കയില്ല എന്ന ദൃഢനിശ്ചയത്തോടും സത്യത്തെ അറിയുകയും അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വം ഞങ്ങളിൽ വളർത്തിയെടുക്കും. അതിനുള്ള കൃപ ഞങ്ങൾ യേശുവിൽ കൂടെ പ്രാപിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ഈ നിറവിൽ ഞങ്ങളായിത്തീരും എന്ന ലക്ഷ്യത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ ഏവരും പ്രത്യേകമായി കൂട്ടാക്കുകയും ചെയ്യണമെന്ന് കർത്തൃനാമത്തിൽ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.